പാരിഷിൽ ഭയങ്കര ആക്റ്റീവാണ്, കോളേജിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ ആർട്സ് ഡേക്കും അല്ലെങ്കിൽ പാരിഷ് ഡേക്കൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അൽഫോൺസ് ഉണ്ട്, നിവിനുണ്ട്. ഞങ്ങളുടെയൊക്കെ ഡാൻസ് കാണാനായിട്ട് അന്ന് ആരാധകരുടെ കൂട്ടമാണ് പാരിഷിലൊക്കെ. അതായത് ഞങ്ങള് ഡാൻസിങ് സ്റ്റാർസാ ചെറിയ പക്ഷെ പറയൂട്ടോ, സ്റ്റേജിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന മറ്റേ ഫ്ലിക്കർ പരിപാടി ഇല്ല, അത് കംപ്ലീറ്റ് ഇവിടെ പുക നിറച്ചിട്ടോളം പറയും. പക്ഷെ ഫ്ലിക്കറിൽ ഭയങ്കര രസമാണ്, ഭയങ്കര സ്ലോ മോഷൻ പോലെ നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ മോഷൻ പോലത്തെ ഫീൽ ഉണ്ട്. അതുപോലത്തെ ലൈറ്റ്സ് ആയിരുന്നു ഫ്ലിക്കർ പരിപാടികളൊക്കെ. അപ്പോൾ നേരെ നമ്മുടെ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ലാപ്പും പരിപാടികളും. ഭയങ്കര ഡാൻസറായിരുന്നു. ഞങ്ങള് മജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അൽഫോൺസ് ഉണ്ടായിരുന്നു. അൽഫോൺസും ഭയങ്കര ഡാൻസ് ആയിരുന്നു. അൽഫോൺസ് വേറൊരു ടീമായിട്ടായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ വേറെ ടീമായിട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും ഭയങ്കര ആർപ്പുകളിയും പരിപാടിയും. ബാക്ക് സ്റ്റേജിൽ മറ്റേ ഗ്ലൂക്കോസ് കൂടി ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് കൂടി എൻ്റെ കലക്കി വായിലേക്ക് ഒഴിച്ചു. അത് 3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ളൊരു ഡാൻസ് ആയിരിക്കും, 3.5-4 മിനിറ്റ്. അത്രയും നേരം എനർജി കിട്ടണമല്ലോ. ഒരൊറ്റ പൊളി സ്റ്റേജിൽ കയറി കട്ടൻ പൊങ്ങണ മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഒരൊറ്റ പൊളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. അത്രയും ഇതായിരിക്കും. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അപ്രീസിയേഷനും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പാരിഷിൽ ഇത് കണ്ടിട്ട് നമ്മൾ വേറെ പല പാരിഷിലും ഇതുപോലെ തന്നെ നിവിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡാൻസ് അത്രയും ഫേമസ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കളിപ്പിക്കും. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ റെസിഡൻസ് അസോസിയേഷന് പോയപ്പോൾ കിട്ടിയ ചെറിയ ട്രോഫി ഉണ്ട്, അതൊക്കെയാണ് ആദ്യമൊക്കെ കിട്ടിയ ട്രോഫി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ആർട്സും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അത് ഞാനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഇതൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ധൈര്യം കിട്ടുന്നത്. അങ്ങനെയാണ് അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നത്. അൽഫോൺസ് ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത്, ചെറുതായിട്ടൊന്നല്ല നല്ല രീതിയിൽ എന്താ പറഞ്ഞ വാക്കുകൾ എക്സാക്റ്റ് ഓർമ്മയുണ്ടോ? അതാ പറഞ്ഞത്, അതായത് നിനക്കെന്ത് ട്രൈ ചെയ്തുകൂടെ, നിനക്ക് ട്രൈ ചെയ്യാമല്ലോ, നല്ല ആവശ്യത്തിനുള്ള പൊക്കമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശബ്ദമുണ്ട്, എന്ത് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യല്ലോ, നീ ധൈര്യമായിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇവനാണല്ലോ ഒറ്റയ്ക്ക് സിനിമ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ, ഒരുമിച്ച് കയറുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളുണ്ടല്ലോ. സുഹൃത്തുക്കൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത്താണ്. അപ്പം അങ്ങനത്തെ ഇതിൽ അവൻ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗോബൂസിൽ. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഗോബൂസിൽ ഒരുപാട് സിനിമ ആഗ്രഹമായിട്ട് നിന്നിരുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കുറെ പേരൊക്കെ അതുപോലെ പിന്നീട് വന്നു. സജിനൊക്കെ അങ്ങനെ ഗോബൂസിലുണ്ടായിരുന്നാണ്. സജിൻ ഇടയ്ക്കവിടെ ഗോബൂസിൽ വരാറുണ്ടായിരുന്നു, സജിൻ ഗോപു. നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പാരിഷാളിൽ പോയിട്ട് നിങ്ങൾ ഈ മോഡേൺ വേർഷൻ ഓഫ് രാമായണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരിഷിൽ തന്നെ കളിച്ചത്. അതില് സീതയായിരുന്നു. സീതയായിരുന്നു. കാരണം അന്ന് ഒറ്റെണ്ണത്തിന് മീശ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല പേക്കോലോ, അവിഞ്ഞ സീതയും പോവും. അപ്പൊ കൂട്ടത്തില് അത്യാവശ്യം ചുള്ളനും സുന്ദരനൊക്കെ ആയിട്ടുള്ള നിവിനാണ്. അപ്പൊ അവന് സീതയാക്കിട്ട് അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തു. പക്ഷെ പൊളിയായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. പാരിഷിൽ ഭയങ്കര ഹിറ്റായിരുന്നു മോഡേൺ രാമായണം എന്ന് പറഞ്ഞിട്ട്. അൽഫോൺസ് ആയിരുന്നു സീതയുടെ അച്ഛൻ്റെ പേര് ജനക മഹാരാജാവായിട്ട് അൽഫോൺസ് ആയിരുന്നു. ഞാനതിൽ സ്ക്രിപ്റ്റിങ്ങിലായിരുന്നു, ഞാനതിൽ അഭിനയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലെ ഇതിലായിരുന്നു ഞാൻ മഹാഭാരത പരിപാടി. മഹാഭാരതം ഉണ്ടായിരുന്നു, മോഡേൺ മഹാഭാരതം പോലെ അല്ല, മഹാഭാരതം പക്ക മഹാഭാരതം പരിപാടി ആയിരുന്നു. അതിൽ ഞാൻ ഭീമനായിട്ടോ കയറിയായിരുന്നു. നെക്സ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അന്ന് നിവിനില്ലെന്ന്. ഇപ്പൊ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? അതായത് സാധാരണ നിങ്ങൾ ഇപ്പൊ സ്റ്റാർസ് ഒന്നും അല്ലാത്ത നമ്മുടെ ഈ പ്രേമത്തിലൊക്കെ കാണുന്ന ഈ കസ്കസ് ഇട്ടിട്ട് സർവത്ത് കുടിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? ഇപ്പൊ രാവിലെ എണീക്കും, ഇന്ന് രാവിലെ ഭക്ഷണം കിട്ടുമല്ലോ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും ഗോബൂസിലേക്ക്. ഇപ്പൊ എല്ലാവരും അസംബിൾ ആയിട്ടുണ്ടാവും. അൽഫോൺസ് കാപ്പി ഭയങ്കര ഫേമസ് അവിടെ. അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. ഉണ്ണിച്ചാൻ്റെ അടുത്ത് അൽഫോൺസ് കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പത്തില് നല്ല കാപ്പി ഇട്ടാണ്, നല്ല കടുപ്പത്തിൽ കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. അൽഫോൺസ് കാപ്പി ആയിട്ട് അൽഫോൺസ് അവിടെ ഇരിപ്പുണ്ടാവും. ഞങ്ങൾ സാധാരണ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് പരിപാടി എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കൂട്ടത്തിൽ കാശുള്ള അൽഫോൺസിനായിരിക്കും. അങ്ങനെ വേറെ ഒറ്റ എണ്ണത്തിനും വരുമാനമില്ല. അൽഫോൺസ് ഇങ്ങനെ എഡിറ്റിങ്ങും കുറച്ച് CD റൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് അവനീ പറയുന്ന കുറച്ച് കാശ് സ്വരുക്കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ അപ്പുറത്ത് പാലസ് ഉണ്ട്, ഗോബൂസിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ആലുവ പാലസ്. അവിടെ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കും എല്ലാവരും കൂടി.
പിന്നെ പാലസിൻ്റെ ബാക്കിലിരുന്ന് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിനിമകൾ, കണ്ട സിനിമകൾ, പിന്നെ പല പല കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് കൂടുതലും സിനിമ തന്നെയായിരുന്നു ചർച്ചാ വിഷയം. നമ്മളല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ശബരിയൊക്കെ അന്ന് ചെന്നൈയിലാണ്. ശബരിയും ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വരും. ശബരീനെ എനിക്ക് കാണുന്ന ഓർമ്മ, ഞാൻ ഫ്ലേവേഴ്സിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്ന് മലർവാടിയിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് നിവിനും കിട്ടി, എനിക്കും കിട്ടി. മലർവാടിയിൽ സോങ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 11 കശ്മലൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഷൂട്ടാണ്, ഒരു പ്രൊമോ സോങ് ഷൂട്ട്. അത് സിനിമയിലല്ല, അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് അൽഫോൺസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അത് സിബു എന്ന് പറഞ്ഞ, സിബു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ബാച്ചിലുള്ള. സിബു ആണ് പ്രേമത്തിൽ മറ്റേ കരിഞ്ഞ ഹൃത്തിക് റോഷൻ എന്ന് പറയില്ലേ, അവനാണ് അതിനകത്ത്. അപ്പൊ അവന്റെ എന്ത് പ്രൊജക്ടിന്റെ പരിപാടിയായിട്ട് ഒരു മ്യൂസിക് വീഡിയോ പരിപാടി, സ്റ്റോപ്പ് മോഷൻ വീഡിയോ. സ്റ്റോപ്പ് മോഷൻ. അല്ല വിജയ് സേതുപതി ഉണ്ട്, ശബരിയൊക്കെ ഉണ്ട് അതിനകത്ത്. ശബരി ഉണ്ട്, ഞാനുണ്ട്, ഷറഫുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ആരുടെ ഐഡിയ ശരിക്കും? അൽഫോൺസിന്റെ ഐഡിയ ആണ്. അല്ല, അന്ന് അങ്ങനെ ഒരേ ഫ്രെയിമിൽ വെച്ച് ഇത്രയധികം ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഷൻ ആയിരിക്കും, അത് വേറെ തന്നെ ഒരു കാഴ്ചയായിരിക്കും. ഇത് അൽഫോൺസിന്റെ ഐഡിയ ആണല്ലേ? ഐഡിയ ആണ്. വിനീത് അങ്ങനെ ഒരു ഓഡിഷൻ കോള് വിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം യൂട്യൂബും അങ്ങനത്തെ പരിപാടികളിലൊക്കെ നോക്കി നമ്മൾ വിളിച്ച് പറയുന്നത് അൽഫോൺസാണ്. ഞങ്ങൾക്ക് യൂട്യൂബ് പോയി തേങ്ങ ഇതെന്താന്ന് പോലും അറിയില്ല. ഓഡിഷൻ കോള് വിട്ട കാര്യം അവൻ ചെന്നൈയിൽ നിന്ന് നമ്മൾ വിളിച്ച് പറയുന്നത്. എന്നിട്ട് അവനാണ് മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചിരുന്നത്. എന്നിട്ടാണ് ഞങ്ങൾ മെയിൽ അയക്കുന്നത്. അവന് അതിനെ മുന്നേ ഭയങ്കര ടെക്നിക്കൽ നോളജും ഈ പറയുന്ന ഇൻ്റർനെറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമായിരുന്നു, ഭീകരമായ ബന്ധമായിരുന്നു. അങ്ങനെ പല പല CDs റൈറ്റ് ചെയ്ത് നമുക്ക് തരാറുണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നു. നല്ല സിനിമകൾ ഒക്കെ അവൻ്റെ അടുത്ത് നിന്നാണ് കിട്ടാറുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇന്റർനാഷണൽ സിനിമ, ഇന്റർനാഷണൽ സിനിമകളും എല്ലാ സിനിമകളും അവൻ്റെ അടുത്തായിരുന്നു ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനൊക്കെ സിനിമകൾ കാണുന്നതും പരിപാടികളൊക്കെ കാണുന്നതും അവൻ്റെ അടുത്ത് പോയിരുന്നിട്ടായിരുന്നു കാണാറുണ്ടായിരുന്നത്. നിവിനും ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഈ ഇന്റർനാഷണൽ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഗോഡ് ഫാദർ കാണുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ സൻസാർ, അതായത് പതേർ പാഞ്ചാലി, ആ സിനിമകൾ കാണുക, അല്ലെങ്കിൽ അക്കിറ കുറോസാവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് കാണുക, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനത്തെ ഒരു ഫാസിനേഷൻ കൂടി വരില്ല. അതൊക്കെ എപ്പോഴാണ് വരുന്നത്? ആ ടൈമിൽ തന്നെ അൽഫോൺസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അൽഫോൺസ്, ശബരി, ഇവരുടെ അടുത്തൊക്കെ ഹാർഡ് ഡിസ്കും ഈ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ഒരു കളക്ഷനുള്ള സംഭവങ്ങൾ ഇവന്മാരുടെ കയ്യിലുണ്ട് ഓൾറെഡി. ഇവരൊക്കെ ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പെൻഡിങ് ആണ് ഒരുപാട് സിനിമകൾ കാണാനായിട്ട്. അവന്മാർ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടായി. ഇപ്പം അത്രയും സമയം കിട്ടുന്നില്ല. അന്ന് വേറെ ഒരു പരിപാടിയില്ലല്ലോ, കുത്തിരുന്ന സിനിമ കാണാം. അവർ ഈ എസ്ഐയിലാണ് പഠിക്കാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ അവിടെയും സിനിമകൾ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വേൾഡ് സിനിമാസിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കത് കാണാനായിട്ട് വേറൊരു മാർഗമില്ല. വേൾഡ് സിനിമാസ് ഇവൻ്റെ സിസ്റ്റത്തിലും അങ്ങനെയൊക്കെ ഇരുന്നാണ് കാണുന്നത്. അപ്പോൾ അന്ന് ഈ ആക്ടിങ് വർക്ക്ഷോപ്സ്, അതായത് നടനാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ചത്തെ വർക്ക്ഷോപ്പ്, ഇപ്പോൾ ആക്ട് ലാബിലൊക്കെ അങ്ങനത്തെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വേണം നമ്മുടെ ഓഡിഷന് പങ്കെടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിറക്ഷൻസ് ഒക്കെ തരുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു രീതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്? പക്ഷെ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഓഡിഷന് പോയിട്ട് ആക്ടിങ് വർക്ക്ഷോപ്പിന് 1 വീക്കിൻ്റെ ആക്ടിങ് വർക്ക്ഷോപ്പ് അന്ന് 10,000 രൂപ വെച്ചിട്ട് ഒരാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ സുഹൃത്തൊക്കെ പോയിട്ടുണ്ട് ചെയ്യാനായിട്ട്. നടക്കുമെന്നല്ലേ? അന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ. ഇന്നിപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട്. പക്ഷെ ആ സിനിമകളോ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. ആക്ടിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പരിപാടിയായിട്ടാണ് ആക്ടിങ് വർക്ക്ഷോപ്പ് വയ്ക്കുന്നത്. ഒരു സിനിമയുടെ ഓഡിഷൻ നമ്മൾ പോകുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ടറാണ് പറഞ്ഞാൽ കുറച്ച് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യിച്ചിട്ട് എന്നിട്ടാണ് സിനിമയുടെ പരിപാടിയിലേക്ക് പോകുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പിന് പെർ പേഴ്സൺ ഈ പറഞ്ഞ 10,000 rupees നിങ്ങളുടെ ചെലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഞാനൊന്നും പോയില്ല, കാരണം 10,000 രൂപ എടുക്കാനില്ല. അന്ന് 10 രൂപ പോലും, അന്ന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5 പൊറോട്ടയും ചാറും കിട്ടും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ. അതാണ് മൂഡ് നമ്മുടെ. അപ്പോഴാണ് 10,000 രൂപ. 10,000 രൂപയ്ക്ക് 1,00,000 പൊറോട്ട ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ മൂടാണ്. അന്ന് 10 പൈസ എടുക്കാനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ 10,000 രൂപ കാശും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും
ഇല്ല ചേട്ടാ, സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി കുറച്ച് കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ വന്നത്. അതെ, അന്ന് ഭയങ്കര വിശപ്പാണ്. മറ്റേ ഇതിൽ തൊണ്ടി മുതലൊക്കെ പറയുന്ന പോലെ ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോഡി മെറ്റബോളിസം, ഈ പറയുന്ന കളി, ക്രിക്കറ്റ് കളി, പരിപാടികളും സംഭവങ്ങളും നടത്തമുള്ള അന്ന് ഈ പറഞ്ഞ സൈക്കിൾ ചവിട്ടി നടക്കുക, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനാണെങ്കിൽ ഇപ്പോഴാണിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തെ ജംഗ്ഷനിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കാർ എടുത്ത് പോകുന്നില്ല. അന്ന് ഇതൊന്നുമില്ല. അന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന ആക്ടിങ് വർക്ക്ഷോപ്പ് പരിപാടി വിളിച്ചിട്ട് പോയില്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ ഒന്നും നടന്നിട്ടില്ല, മനസ്സിലായോ? അത് 10,000 രൂപ ഒരാഴ്ച അവർ പൊട്ടടിച്ച്, പക്ഷെ എന്തൊക്കെയോ യോഗ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തെന്ന് പറയുന്നു. അറിയില്ല, നമ്മുടെ സുഹൃത്ത്. അതെ, യോഗയും പരിപാടികളൊക്കെ, മെഡിറ്റേഷൻ പരിപാടികളൊക്കെ, അഭിനയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതൊക്കെ ആയിരിക്കും. അവനൊക്കെ ഇപ്പൊ ഇവിടെ US കണ്ടു വർക്ക് ചെയ്യപ്പോ പരിപാടി നിർത്തിയിട്ട്. ഈ ശബരീഷ്, കൃഷ്ണശങ്കർ, ഷറഫുദ്ദീൻ ഇവരൊക്കെ എപ്പോഴാ വന്നു ചേരുന്ന ജീവിതത്തിലേക്ക്? ഗോപൂസ് തന്നെ. കിച്ചുവിനൊക്കെ നേരത്തെ അറിയാം. കിച്ചു എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അന്ന് പോലെ അറിയാം, ഫാമിലി ആയിട്ട് അറിയാം. നമ്മുടെ ഇവരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലിപരമായിട്ട് അടുത്തടുത്താണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ ചേട്ടൻ ബാലു ഇവരൊക്കെ അറിയാം. കിച്ചുവൊക്കെ അന്നേ സ്റ്റാറാണ്. മറ്റേ സ്കൂളിൽ മറ്റേ കോളറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള മറ്റേ പരിപാടിയാണ്. ഷാറുഖ് ഖാൻ ലൈൻ പരിപാടി സാധനങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന നന്നേ സ്റ്റാറാ. ഞാനൊക്കെ ഭയങ്കര ബഹുമാനത്തോടെ ഭയങ്കര ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന ആളാണ്. പഠിത്തമൊന്നുമില്ല, പഠിത്തം പരിപാടികളൊന്നുമില്ല, നമ്മൾ പഠിത്തമില്ല, മറ്റേ അടിപിടി പരിപാടി ഒന്നുമില്ല. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. മറ്റേ ഇടി നൈസ് പരിപാടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുന്നു സ്കൂളിൽ. അങ്ങനത്തെ ഷൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ടാവല്ലോ. കൂട്ടത്തിലെ ഫ്രീക്കൻ കൃഷ്ണശങ്കര കൂട്ടത്തിൽ അന്നായിരുന്നു. ഇന്ന് ഇപ്പോ ചെറിയൊരു തന്തവന് അവൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അല്ല, അവൻ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി അങ്ങനത്തെ ഒരു സാധനമായിട്ട് പിടിച്ചു നിൽക്കുകയാണ്. പണ്ട് അർമാദിച്ചതിൻ്റെ ഇപ്പം ഒന്ന് ഒതുങ്ങിയേക്കുന്നതാണ്. ഇല്ല, ഇപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര എൻ്റർടൈനറാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അങ്ങനെ സംസാരിച്ച പല ലൈക്ക് പ്രസന്റേഷൻ ഉണ്ടല്ലോ, പ്രസന്റ് രീതി, കഥ പറഞ്ഞ് പ്രസന്റ് ചെയ്യുക, മസാലയൊക്കെ ഇട്ട് പൊടിപ്പും തങ്ങളോടുകൂടിയൊക്കെ പറയാൻ തന്നെ അത് വർക്കാണല്ലോ. എല്ലാ പരിപാടികളും പറയുന്ന പരിപാടികളൊക്കെ അത് വിശ്വസിക്കും. അത് വിശ്വസിക്കുന്നില്ല, അവൻ അങ്ങനെയായിരുന്നു വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. അത്രയും കഴിവുള്ളവനായിരുന്നു അവൻ. ഈ പോഡ്കാസ്റ്റൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ അവൻ എൻ്റെ പരിപാടി തീർക്കുന്നൊക്കെ. പക്ഷെ ഭയങ്കര രസമാണ്. ഭയങ്കര കൂട്ടത്തിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു. ഷറഫും ഭയങ്കര ഇതായിരുന്നു. ശബരി കഥാപ്രസംഗമായിരുന്നു. ശബരീഷ് അന്ന് ഇത്രയും മൾട്ടി ടാലന്റ് ആയിരുന്നു. ഈ പാട്ട് എഴുതുക, പാട്ട് പാടുക, അത്രയും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ്. അതായത് അന്നും എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. എന്തൊക്കെയോ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവരമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തള്ളും. ഞാനൊക്കെ വിശ്വസിച്ചു. പക്ഷെ അൽഫോൺസ്, കിച്ചു, ഷറഫ് ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ തള്ളെല്ലാം നടക്കില്ല. അതൊക്കെ എങ്ങനെയാണ് പറ്റിച്ചത്? മറ്റേ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി ഇറക്കിയിട്ട് ഇവർ MES ഒരുമിച്ച് പഠിച്ചത്. കോളേജ് ഇവർ ഒരുമിച്ച് ചെയ്തത്. ഞാൻ ബാംഗ്ലൂർ പോയല്ലോ. ഞാൻ ഭയങ്കര ലാംഗ്വേജിൽ ഇംപ്രൂവൈസ് ചെയ്യാനും ഭയങ്കര എക്സ്പോഷർ കിട്ടാൻ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയി. ഇവരിവിടെ ഇവിടെ എല്ലാം പഠിച്ചു മതിയായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവരുടെ അടുത്ത് നടക്കൂല. ശബരി, ഷറഫ്, അതുപോലെ കിച്ചു, അൽഫോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കുന്നില്ല. അപ്പൊ അന്നേ ഇവൻ ഈ പറഞ്ഞ പോലെ കുറെ പരിപാടികളുണ്ട്. അന്നവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന പോലെ സിനിമയോട് ചേർന്ന് നിൽക്കാന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അന്ന് SI പഠിക്കാൻ പോയതും കാര്യങ്ങളും. അപ്പോൾ ഇവരൊരുമിച്ചാണ് ഡിഗ്രി ചെയ്യുന്നത്, കിച്ചു, ശബരി, അൽഫോൺസ്. അപ്പം അന്ന് ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല ബന്ധമുണ്ട്. ഞാൻ അൽഫോൺസ് ആയിട്ടുള്ളൂ കണക്ഷൻ. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പാരിഷും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ
അന്ന് ഇവര് തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവമായിരിക്കും ഈ പറയുന്ന കമൽഹാസനും അങ്ങനെ തള്ളിയതായിരിക്കും. ഞാൻ ആ സമയത്തില്ല, ഞാൻ വളരെ വൈകിയാണ്, 2009 ഇവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാനും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടാണ് സിനിമാപരമായിട്ട് ഒരുമിച്ച്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന 2009 എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു പരിപാടി ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിൽ കയറുന്നത്. ശബരീഷ് അല്ലേ ഈ തൃഷയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്റെ വെണ്ണേത്താണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിന്റെ ഇടയിൽ ഭയങ്കര വലിയ ന്യൂസും ഭയങ്കര അച്ചീവ്മെന്റ് ഒക്കെ ആയിരുന്നോ? എനിക്ക് അറിയില്ല, ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താന്ന് പോലും എനിക്ക് അന്ന് അറിയില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ഇവൻ എന്തോ ചെന്നൈയില് സിനിമയുടെ എന്തോ പരിപാടിയാന്നുള്ളത് അറിയാം. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണ്, അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് എന്താണ്, സൗണ്ട് ഡിസൈൻ എന്താണ്, ഇതൊന്നും അന്നറിയില്ല. സിനിമ അറിയാം, കുറെ കാണാനറിയാം, നല്ല അതിൻ്റെ ബാക്കി ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളും അറിയില്ല. ഈ മലർവാടി കഴിഞ്ഞിട്ടേ മലർവാടിയിലെ ആളുകൾ ഒരു മാസ് അപ്പീലിൽ കുറച്ച് ആളുകൾ നോട്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സിനിമകൾ കിട്ടാൻ വേണ്ടി സിജു എന്താ ചെയ്തിരുന്നത്? മലർവാടിയിൽ മാസ് അപ്പീലിൽ നോട്ടീസ് ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തുന്ന റോളല്ലേ? ഭീഷണിപ്പെടുത്തുന്ന റോളാണ്. പക്ഷെ മാസപ്പീലൊന്നുമില്ല. ലാലേട്ടനെ പറ്റി പറയുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ക്ലാപ്സ് കിട്ടി. ലാലേട്ടൻ ഫാനായിട്ട് ഉള്ളതുകൊണ്ട് അതിന് ക്ലാസ് കിട്ടില്ല. മാസപ്പീലൊന്നുമില്ല, ലാലേട്ടനുള്ള മാസപ്പീലിനായിരിക്കും ചിലപ്പോ, ചിലപ്പോ ഒന്നല്ല, അതിനാണ് എനിക്ക് കൈയടി കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഭയങ്കര റെക്കഗ്നൈസ് ചെയ്തിട്ട് സിനിമയിൽ അഭിനയിച്ചല്ലോ ആദ്യമായിട്ട്. സാധാരണ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സും അന്ന് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എന്താ പറയുക അപ്രീസിയേഷനും, അതുപോലെ തന്നെ എല്ലാവരും വന്ന് റെക്കഗ്നൈസ് ചെയ്ത് കൊള്ളാം, അടിപൊളി, നന്നായി എന്നൊക്കെ പറഞ്ഞ മോട്ടിവേഷൻ. കുറച്ച് കഴിഞ്ഞിട്ട് സിനിമയൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഒന്നും ഇല്ലല്ലേ, സിനിമയില്ലേ, അങ്ങനത്തെ ചോദ്യം. അപ്പൊ ഞാൻ അയ്യോ, സിനിമയിൽ അഭിനയിച്ചും പോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാനും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് നടന്നേക്കുന്ന എല്ലാ ഓഡീഷനും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓഡീഷനും ഉണ്ടായിരുന്നു. സുധി കോപ്പായിരുന്നു അതിന്റെ പ്രസിഡന്റ്. സുധീനൊക്കെ ഞാൻ ഓഡീഷൻ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. സുധി അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കണത്. സുധി അന്ന് വരും, ഒന്നും യുവാവായിട്ട് ബൈക്കിനൊക്കെ വന്നിട്ട്. പുള്ളിയും ഭയങ്കര എന്റർടൈനറാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ടൈം പാസ് സുധിയായിരുന്നു. സുധി വന്നിട്ട് ഇങ്ങനെ കുറെ, പുള്ളിക്ക് അപ്പം എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയി ഇന്ന് വർക്ക് ചെയ്ത് സിനിമയുടെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുള്ളി പറയും, നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നെ വിറ്റാണ് പുള്ളിയടുത്ത് ഇങ്ങനെ ഇരുന്നത്, പുള്ളി എന്നെ വിറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അന്ന് സുധി ഉണ്ട്. അപ്പം നന്ദനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മലർവാടിയിലുണ്ടായിരുന്നു. നന്ദനുണ്ണി, അതുപോലെ തന്നെ ശ്രീറാം രാമചന്ദ്രൻ, ദീപക് പറമ്പോള്, പിന്നെ ഗോപൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഗോപൻ രാമചന്ദ്രൻ, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അതൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നമുക്കിത് ശീലമായി. ഒരു 4-5 ഓഡിഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് നടക്കാൻ പോകണമെന്നില്ല, എന്നാലും പ്രതീക്ഷയാണ്, നടക്കാൻ പോകണമെന്നില്ല, വെറുതെ ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ബസ് പിടിച്ച്, ഗോപൻ പെരുമ്പാവൂരാണ്. അപ്പോൾ അവന് ഈ പറയുന്ന പോലെ ബൈക്കുണ്ട്. അപ്പോൾ അവൻ്റെ ബൈക്കിലാവും വരും. നമ്മൾ ഈ പറയുന്ന പോലെ നേരെ എറണാകുളത്ത് വരും. രഘുപുരത്ത് ലുക്മാൻസ് എന്ന് പറയുന്ന ഫാഷൻ ഇതുണ്ടായിരുന്നു, അവരുടെ ഓഡീഷനൊക്കെ നടക്കുമായിരുന്നു. അവിടെ എപ്പോഴും ഓഡീഷൻ ഉണ്ടാവും. അപ്പം അവിടെ നേരെ വരുന്നു. അപ്പോൾ ഒരു ലോഡ് പിള്ളേരുണ്ടാവും. നമ്മൾ സ്ഥിരമാണല്ലോ, നമ്മൾ സ്ഥിരമായതുകൊണ്ട് നമുക്കിതറിയാം എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴായിരിക്കും പരിപാടി, വിളിക്കാൻ പോകുന്നത്, സാധനങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ മാറിയുന്ന അവിടെ ഭയങ്കര സൊറഞ്ഞിരിക്കലാണ്. കുറേ കഥകളും. സുധിയാണ് മെയിൻ. സുധി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് വന്നവന്മാരുണ്ടോ അതിനകത്ത്, അവരൊക്കെ ഒരു കാര്യത്തിന് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ നിന്നൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്നു. അപ്പം നമ്മൾ കുഴപ്പമില്ല, ശീലമായിക്കോളും, അങ്ങനത്തെ രീതിയായിരുന്നു. കാരണം ഒരുപാട് ഫേക്ക് ഓഡീഷൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ. പൈസ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഈ സിനിമയിലെ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ആൾ നിങ്ങളാണ്. പക്ഷെ പറഞ്ഞ പോലെ ഇത്ര 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കതിൽ നായകനായിട്ട് ചെയ്യാം. പക്ഷെ വേറൊരു പയ്യൻ 5 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവന് ആപ്റ്റല്ല, അവൻ അത്ര ആപ്റ്റല്ല. അതുകൊണ്ട് നിങ്ങളാണ് കറക്റ്റ്, പെർഫെക്റ്റ്. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യാം. എൻ്റെ പൊന്നെ വേണ്ട, ഞാൻ പറയാം, സിനിമയിലൊന്നും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങോട്ട് എടുക്കാൻ എന്തായാലും 10 പൈസയില്ല.
ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നോക്കൂ, നിങ്ങൾ അത്ര ആപ്റ്റായതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെയ്തില്ല, സിനിമ നടന്നിട്ടൊന്നുമില്ല. സിനിമ നടന്നിട്ടൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കാശ് പോയിട്ടുണ്ടാവും ഇതുപോലെ. ആരുടെങ്കിലും നല്ല ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതന്നെയല്ല. കാശ് ഉണ്ടായിരുന്നില്ല ഒന്നാമത് പോകാനായിട്ട്, അതൊന്നാമത്തെ കാര്യം. ഒരുപാട് പേര് അങ്ങനെ ഫേക്ക് പരിപാടികളിലുമായിട്ട് ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് അത്രയും ക്രേസാണ്. നമ്മൾ വെറുതെ പറയുന്നല്ല. അതായത് 199 പേർക്കും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു പോയി കഴിഞ്ഞാൽ എല്ലാവരും നടന്മാരാണ്. എല്ലാവരും അഭിനയിക്കുക, ജീവിക്കുകയാണ്. ഫോൺ എടുത്ത് വെച്ചിട്ട് വീട്ടിലെ പരിപാടികളെല്ലാം കോണ്ടന്റുകളാണല്ലോ. അത്രയും ആഗ്രഹവും താല്പര്യമുള്ളതുകൊണ്ട് എല്ലാവരും സ്വയം സിനിമകളും അല്ലെങ്കിൽ കോണ്ടന്റുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലർവാടി ഡേയ്സ് ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ സ്കിറ്റുകളൊക്കെ പെർഫോം ചെയ്ത, നിങ്ങൾ തന്നെ സ്വയം നടന്മാരായിട്ട് ആദ്യം കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്ത സമയം, അത് എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒരു പ്രോപ്പർ വർക്ക്ഷോപ്പ് ഒക്കെ പോലെ? അതെ, പ്രോപ്പർ പക്ക വർക്ക്ഷോപ്പായിരുന്നു. കാരണം 3 ദിവസമായിരുന്നു ഉണ്ടായിരുന്നു. 3 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞ് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്യാമ്പിന് വേണ്ടി വിളിക്കണം. വിനീത് തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ ആണോ? ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു 10-22 പേരുണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മൾ 22 പേരെ 4 പേരും 3 പേരൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ കോണ്ടന്റ് തയ്യാറാക്കുക, പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡയലോഗ്സ് നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ആ ഡയലോഗ്സ് മാറാതെ, ഒരു ഇതുപോലും മാറാതെ എന്താണ് എഴുതി വെച്ചേക്കുന്ന ഡയലോഗ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് എഴുതി വെക്കാം. പക്ഷേ എഴുതി വെച്ച സാധനം അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കല്ലോ, ക്രിയേറ്റീവായിട്ട് നമ്മളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇൻവോൾവ് ആണ് ക്രിയേറ്റീവായിട്ട്. നിവിൻ ഉണ്ടായിരുന്നു, മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ നിതിൻ എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. മുരളീകൃഷ്ണൻ വിനയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചാണ്. നമ്മുടെ രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന് പറഞ്ഞ സിനിമയുടെ നായകനാണ്. ശിവതയുടെ ഹസ്ബൻഡാണ്. മുരളി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ, നിവിൻ, മുരളി, പിന്നെ നിതിൻ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവനിപ്പോൾ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻ ദുബായിലോ അബ്രോഡ് എന്തോ വർക്ക് ചെയ്യാണ്. ഞങ്ങൾക്ക് പിന്നെ സിനിമയിലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. ഞങ്ങളതിന് മറ്റേ കുഞ്ഞിൻ്റെ പേര് മല ആ സാധനമായിരുന്നു. അതെ, നിവിനായിരുന്നു തിലകൻ്റെ റോൾ ചെയ്തത്. അവൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ പ്ലാസ്റ്റർ എന്തൊക്കെയാണ് മറ്റേ, അപ്പോൾ സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് മറ്റേ തിലകൻ്റെ ഇത് കൊടുത്തു. മുരളിയാണ് ലാലേട്ടൻ്റെ, ഞാൻ മണിയമ്പള രാജേട്ടനായിരുന്നു. ഞങ്ങൾ 2 പേരും അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു. അന്ന് ചെയ്ത് എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു.